അത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പാർട്ടികൾക്കും അതിൽ വളരെ വ്യക്തമായ പങ്കുള്ളതാണ്. ആഭ്യന്തരം ശരിയില്ലാത്തതുകൊണ്ടാണ് നിരന്തരം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. CPM തന്നെ അവിടെ ചെയ്യുള്ളൂ, മറ്റുള്ളവരാരും ബോംബുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അവർ പാർട്ടിക്കാർ ചെയ്തതായിട്ടാണ് തോന്നുന്നത്. ഇത് തീർത്തും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഴിവുകേടാണ്. കണ്ണൂർ ബോംബ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, നമ്മുടെ കേരളത്തിന് പറ്റിയതല്ല. കണ്ണൂരിലെ ബോംബ് സ്ഫോടനം അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചുവെന്ന് നേതാക്കൾ പറയുമ്പോഴും കണ്ണൂരിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണവും ആയുധ സംഭരണവും ഇപ്പോഴും തുടരുകയാണ്. രാഷ്ട്രീയ എതിരാളിയെ മനസ്സിൽ കണ്ട് നിർമ്മിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് പാർട്ടി ബന്ധമില്ലാത്തവർക്ക് മരിക്കുന്നതും പരിക്കേൽക്കുന്നതും തുടർക്കഥയായി മാറുകയാണ്. ഇപ്പോഴും നിരവധി ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ച് മരിച്ചു ജീവിക്കുകയാണ്. ഇതൊന്നും ഏശാതെ കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം തുടർക്കഥയായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം, ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? കണ്ണൂർ ബോംബ് രാഷ്ട്രീയത്തിന് പിന്നിൽ ആര്? ജനങ്ങളോട് ചോദിക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ പറ്റി എന്താ പറയുക? ബോംബ് രാഷ്ട്രീയം കണ്ണൂർ ഏകദേശം 1970 തുടങ്ങിയ കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം. അത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പാർട്ടികൾക്കും അതിൽ വളരെ വ്യക്തമായ പങ്കുള്ളതാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. അത് വീണ്ടും തുടരുന്നു, അവർ 10 വർഷം അധികാരത്തിലേറ്റ് വീണ്ടും തുടരുന്നു. അതിലിപ്പോൾ പോലീസായാലും കേസായാലും ആരായാലും അവർക്ക് അനുകൂലമായി നിൽക്കുന്നവർ ചെയ്തു കഴിഞ്ഞാലും അത് പൊട്ടിമരിച്ചാൽ രക്തസാക്ഷികളാണ്. ആഭ്യന്തരം ശരിയില്ലാത്തതുകൊണ്ടാണ് നിരന്തരം അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. എങ്കിൽ ആഭ്യന്തരം പിണറായി വിജയൻ കൈമാറുക, അല്ലെങ്കിൽ രാജിവെച്ച് മന്ത്രിസഭ രാജിവെച്ച് പോവുക. CPM രാഷ്ട്രീയത്തിൻ്റെ CPM തന്നെ അവിടെ ചെയ്യുള്ളൂ, മറ്റുള്ളവരാരും ബോംബുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അവർ ബോംബ് രാഷ്ട്രീയം തന്നെയാണത്. തീർച്ചയായിട്ടും മാറ്റം വരണം. അങ്ങനെ ഒരു പ്രവണത ഇനി പാടില്ല. അതിനു വേണ്ടി നമ്മളെല്ലാവരും കൂടി പ്രയത്നിക്കണം. നമുക്ക് വാർത്ത കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അത് അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനത്തെ ഒരു ബോംബ് രാഷ്ട്രീയമുള്ളൊരു ആൾക്കാർ താമസിക്കുന്നിടത്ത് അങ്ങനെ ഒരു ആണ്. രാഷ്ട്രീയപരമായ ആളുകൾ തന്നെയാണോ ഇതിന് പിന്നിൽ? എന്താ തോന്നുന്നത്? രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ പ്രശ്നമാകും. അതുണ്ട്, പിന്നെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം വരും, 2 വർഷം കൂടെ ഉണ്ടല്ലോ മാറ്റം. ഒബ്വിയസ്ലി ചിന്തിക്കുകയാണെങ്കിൽ പാർട്ടി ബേസ്ഡ് ആയിട്ട് ചിന്തിക്കാമല്ലോ. അവരെ കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അവർ പാർട്ടിക്കാർ ചെയ്തതായിട്ടാണ് തോന്നുന്നത്. അല്ലല്ല, എപ്പോഴും ഈ കണ്ണൂർ ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകും, പൊട്ടിത്തെറി ഉണ്ടാവാറുണ്ടല്ലോ. ഇത് തീർത്തും കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കഴിവുകേടാണ്. കാര്യം കേരളത്തിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. എറണാകുളം ജില്ല വളരേണ്ടത് ആലപ്പുഴയിലേക്കാണ്. തുറമുഖം വരെ ഉണ്ടായിരുന്നൊരു ജില്ലയാണ്, അത് വളർന്ന വടക്കോട്ടാണ്. എന്താണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയാണ്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെതിരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല നേതാക്കന്മാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രതികരണം തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതേ പറയാറുള്ളൂ. കണ്ണൂർ ബോംബ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, നമ്മുടെ കേരളത്തിന് പറ്റിയതല്ല. കാരണം കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധ മരിച്ചു, അതുകൂടാണ്ട് കുറേ ബോംബുകൾ അതിന് ശേഷം കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായും വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞതിൻ്റെ പിന്നിൽ ആരായിരിക്കും? അത് ആരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇവിടെ ഉള്ള ആളല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പേപ്പറിൽ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ആരൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അവരാരും രാഷ്ട്രീയക്കാരാണ് ഏതായാലും, അത് ഉറപ്പാണല്ലോ. ഈ 3 രാഷ്ട്രീയക്കാരായാലും ഒരാളായിരിക്കുള്ളൂ. ചിലവരുടെ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, ഇങ്ങനെയുള്ള യുവത്വമല്ലേ, അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കണ്ടേ. എപ്പോഴും അതിൽ തന്നെ പെട്ട് കിടക്കണം എന്നുള്ളത് നിർബന്ധമൊന്നും അല്ലല്ലോ. അതെന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റണ്ടേ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.